ഏതായാലും ഇന്നത്തെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ടും ആഗോള വിപണിയെ സംബന്ധിച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും ഒപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, എന്നാലും യുഎസ് സൂചികകൾ അവധിയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമോഡിറ്റി മാർക്കറ്റിലേക്ക് പോകാം. കമോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ചും ക്രൂഡിനെ സംബന്ധിച്ചിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ക്രൂഡിൽ കാണാൻ സാധിക്കുന്നു. ബ്രെൻഡ് വീണ്ടും നല്ലൊരു മൂവ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. 0.5% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ബ്രെൻഡിൻ്റെ ഫ്യൂച്ചേഴ്സ് $74.14 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. അതിനോടൊപ്പം തന്നെ WTI സംബന്ധിച്ച് പറയുകയാണെങ്കിലും സമാനമായ ഒരു നേട്ടത്തോടു കൂടി $74.11 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. തീർച്ചയായിട്ടും വിന്റർ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡിമാൻഡ് ക്രൂഡിനും ഗ്യാസിനും ഒക്കെ ഡിമാൻഡ് ഉള്ളൊരു ടൈമും ക്രൂഡ് വിപണിയെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോണിലേക്ക് കൊണ്ടുവന്ന് നയിച്ചിട്ടുണ്ട്. ക്രൂഡ് വിപണിയെ സംബന്ധിച്ചിട്ടുള്ള തങ്ങളുടെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ക്രൂഡിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞിരുന്നു. 2 ആഴ്ച മുൻപ് തന്നെ നമുക്ക് ആ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും $75 റെസിസ്റ്റൻസ് WTI ക്രൂഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $75.50. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്ക് വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $72 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി എത്തിക്കുകയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തിനെ അപേക്ഷിച്ചിട്ട് അല്പം കൂടി മുന്നേറ്റം നടത്താനായിട്ട് ഗോൾഡിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏർലി അവേഴ്സ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ഡേ ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് $2674.77 എന്നൊരു നിലയിലാണ്. നിലവിൽ ആ ഡേ ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ട് $2672.7 എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഗോൾഡിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ളൊരു വ്യൂ എന്താണ്? വീണ്ടും $2700 എന്നൊരു ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ളൊരു യാത്രയിലേക്കാണ് ഗോൾഡ് പോകുന്നത്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സോ സ്വർണത്തിന്റെ കേസിൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് $2740. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് $2640. ആഭ്യന്തര വിപണിയിലേക്ക് കൂടി വരികയാണ്. ആഭ്യന്തര വിപണി ഇന്നലെ ഒരു എക്സ്പയറി ഡേ ആയിരുന്നിട്ട് കൂടി അത്തരത്തിലൊരു കാര്യമായിട്ടുള്ളൊരു അപ്സൈഡ് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ വലിയ ഡൗൺ സൈഡ് മൂവ്മെൻറ്റോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഹൈലി റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. 23,500 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു 23,600 അല്ലെങ്കിൽ 700 വരെയുള്ള ഒരു റേഞ്ചിൽ ആ ഒരു 200 പോയിന്റ് റേഞ്ചിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഇന്നലെ ട്രേഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി 50-ലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തന്നെ തുടരുന്നു. മേജർ സപ്പോർട്ട് ഇപ്പൊ കാണാൻ സാധിക്കുന്ന 23,400 പോയിന്റും മേജർ റെസിസ്റ്റൻസ് 24,400 പോയിന്റും. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നിഫ്റ്റി 50 ഒരു സേഫ് ഗ്രൗണ്ടിലോട്ട് എത്തിച്ചേരാൻ പോകുന്നുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിഫ്റ്റി 50ക്ക് സപ്പോർട്ട് നൽകാൻ ചാൻസ് കാണുന്നത് ആദ്യം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടേഴ്സ്, ONGC, റിലയൻസ് ഇൻഡസ്ട്രി മുതലായ സ്റ്റോക്സിലൊക്കെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് FMCG സെക്ടറിലും ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് ഹെവി വെയ്റ്റ്സിൽ ഇറ്റ് ഇസ് കോൾഗേറ്റ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടാറ്റ കൺസ്യൂമർ മുതലായ സ്റ്റോക്സ്. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിലും ഇന്നലെ വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു കണ്ടിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 0.5% ഇടിവിൽ 49,503.5 എന്നൊരു നിലയിലാണ്. ഭൂരിഭാഗം ഓഹരികളും ഒരു ലോ ടോണിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഹെവി വെയ്റ്റ്സ് എല്ലാം തന്നെ HDFC ബാങ്കിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ട് ലെവൽസും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല എക്സെപ്റ്റ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. സോ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഒരു ഡിസ്ക്ലോഷർ എനിക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ നിലവിലുണ്ട്. ആൻഡ് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 1030 രൂപ.
ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിന് 15 മുതൽ 20% നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ നൽകാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു FMCG സെഗ്മെൻറ്റിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടന്നതായിട്ട്. കാരണം ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുകയാണെങ്കിൽ FMCG മാത്രമായിരുന്നു വളരെ ശക്തമായിട്ടൊരു നേട്ടം നിലനിർത്താനായിട്ട് സാധിച്ചിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 0.9% മുകളിലുള്ളൊരു നേട്ടത്തിലാണ്. FMCG സൂചികയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതെങ്കിലും ലെവലുകൾ താങ്കൾ ഫോക്കസിൽ വെക്കുന്നുണ്ടോ? FMCG ഇൻഡെക്സിന്റെ കേസിൽ നിഫ്റ്റി FMCG ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും നിലവിൽ സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇൻഡെക്സിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്ന 59,200 പോയിന്റ്. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 55,000 പോയിന്റിന്റെ സപ്പോർട്ടും വാച്ച് ചെയ്തിരിക്കണം. അതിനോടൊപ്പം തന്നെ നേരത്തെ FMCG സെഗ്മെന്റിൽ താങ്കൾ എടുത്തു സൂചിപ്പിച്ചിരുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് കോൾഗേറ്റ് ആയിരുന്നു. കോൾഗേറ്റ് പാം ഓയിലിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 3.5% മുകളിൽ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും റൂറൽ ഡിമാൻഡ് റിക്കവർ ആകുന്നു എന്നതടക്കമുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് ഒക്കെ FMCG സെഗ്മെന്റിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. ഇന്നലത്തെയും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെയും ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഈ ഒരു ഓഹരിയിൽ കടന്നു വന്നതായിട്ട് കാണുന്നുണ്ട്. കോൾഗേറ്റിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കോൾഗേറ്റിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട സപ്പോർട്ട് ഏരിയ 2,680 രൂപ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും മേജർ റെസിസ്റ്റൻസ് 3,120 മുതൽ 3,130 രൂപ റേഞ്ചിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് കൂടി ചോദിക്കുകയാണ്. കാരണം ഹിന്ദുസ്ഥാനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ കഴിഞ്ഞൊരു സെപ്റ്റംബറിന് ശേഷം തുടർച്ചയായിട്ടൊരു സെൽ ഓഫ് നേരിട്ട ഒരു ഓഹരി കൂടിയായിരുന്നു ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത്. പലപ്പോഴും ബെഞ്ച് മാർക്ക് സൂചികളിൽ വളരെ ശക്തമായിട്ടൊരു ബൈങ് കടന്നു വന്നപ്പോൾ പോലും ആ ഒരു നേട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു യാത്രയിലൊന്നും പങ്കെടുക്കാതിരുന്നൊരു ഓഹരിയാണ് HUL. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ പ്രത്യേകിച്ചും ഒരു ജാനുവരിയുടെ ഒരു ഫസ്റ്റ് വീക്കോട് കൂടി തുടങ്ങുകയാണെങ്കിൽ ആ 6-ാം തീയതിയിലത്തെ ഒരു പാനിക് സെല്ലിംഗ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാ ദിവസങ്ങളിലും ഒരു പോസിറ്റീവ് ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോ റിസ്ക് നിക്ഷേപാവസരം താങ്കൾ കാണുന്നുണ്ടോ? ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾഗേറ്റ് ഇതിലൊക്കെ സിമിലർ പാറ്റേൺസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിലും കോൾഗേറ്റിനോടൊപ്പം തന്നെ നമുക്ക് കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2,350 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ 2,570 രൂപ. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഒരു ബിയറിഷ് ടോണിൽ തുടരുന്ന ഈ ഒരു മാർക്കറ്റിൽ താങ്കളുടെ ഫോക്കസിൽ ഈ ഓഹരികളല്ലാതെ മറ്റേതെങ്കിലും ഓഹരികളുണ്ടോ? FMCG സെക്ടറിൽ നിരവധി സ്റ്റോക്സ് എന്റെ ഫോക്കസിലോട്ട് വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് ആദ്യം തന്നെ ഡിമാർട്ടിന്റെ കേസിലാണ്. സോ ഡിമാർട്ടിന്റെ കേസിൽ എക്സലന്റ് വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 3,900 രൂപ. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത ടാർഗറ്റ് 4,200, അതിനുശേഷം 4,500 ആയിരിക്കും. 4,500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന ഏഷ്യൻ പെയിന്റ്സ്. ഏഷ്യൻ പെയിന്റ്സിലെ ഡിസ്ക്ലോഷർ എനിക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 2,250 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 2,450, അതിനുശേഷം 2,840. അതിനോടൊപ്പം തന്നെ ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിലാദ്യമായിട്ടൊരു പ്രേക്ഷകൻ ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് മാരുതിയെ കടത്തിവെട്ടിക്കൊണ്ട് മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഓഹരിയുടെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിലും ഇന്നലെ ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1.5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നമുക്ക് ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്.
ഈ സ്റ്റോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിറ്റ്വീൻ 800 ആൻഡ് 820. സോ നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 820 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 100 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ പ്രതീക്ഷിക്കാം. ഇന്നലെ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ഈ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു നമുക്ക് നേരിയ ഒരു സെൽ ഓഫ് കാണാൻ സാധിച്ചത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു ഓട്ടോ സ്റ്റോക്കേഴ്സ് മാരുതിയുടെ കേസിൽ ഓൾറെഡി ലോങ് ടേം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ആൻഡ് ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 11,900. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 12,200 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ്, ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഐഷർ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. നിഖിൽ എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 5153.55 എന്ന നിലയിൽ. ഐഷർ മോട്ടോഴ്സിൽ ഇനി മുന്നോട്ടേക്കൊരു നിക്ഷേപകൻ ലോങ് ടേമിലേക്ക് വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഐഷർ മോട്ടോഴ്സ് ഈ വർഷത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമുക്ക് വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് കാഴ്ചവെച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ബൈയിങ് ട്രിഗർ 5200 രൂപ. 5200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 5360 ആയിരിക്കും. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ, ഒന്നിലധികം പ്രേക്ഷകർ വിവിധ റെയിൽവേ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. അതിലാദ്യമായിട്ട് ടെക്സ്മാക്കോയിലുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സതീഷ് എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്മാക്കോയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 2% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെക്സ്മാക്കോയിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടെക്സ്മാക്കോയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യുന്ന 2 മേജർ റെസിസ്റ്റൻസ് 210 രണ്ടാമത്തെ 220. 220ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്ക് ഒരു സേഫ് സോണിലോട്ട് എത്താൻ പോകുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ RVNL ഉള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.5% മുകളിൽ ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. RVNL ഇനിയും മുന്നോട്ടേക്ക് ഉള്ളൊരു ലെവലുകൾ ഏതൊക്കെയാണ് വാച്ച് ചെയ്യേണ്ടത്? RVNLന്റെ കേസിലും അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ കാണുന്ന മേജർ സപ്പോർട്ട് ഏരിയ 400 രൂപ. അവിടെ ആയിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 465 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ബാങ്കിങ് സ്പേസിൽ നിന്നുള്ള യൂക്കോ ബാങ്കിലുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. യൂക്കോ ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഇന്നലെ ഓഹരിയെ സംബന്ധിച്ച് 2.5% ഡിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂക്കോ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യൂക്കോ ബാങ്ക്, IOB, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മുതലായ സ്മോൾ ക്യാപ് PSU ബാങ്ക്സിലൊക്കെ നവംബർ മാസത്തിന് ശേഷം നമുക്ക് വളരെയധികം വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് ഒരു ലോങ് ടേം ട്രെൻഡ് റിവേഴ്സലിന് നവംബർ മാസം ശ്രമിച്ചിരുന്നു. ബട്ട് അത് സക്സസ്ഫുൾ ആയിരുന്നില്ല. ആൻഡ് വീണ്ടും അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 40 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 46 രൂപയും ലോങ് ടേം ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി നമ്മൾ 51 രൂപയുടെ റെസിസ്റ്റൻസും ശ്രദ്ധിച്ചിരിക്കും. അതിനോടൊപ്പം തന്നെ റിയൽറ്റി സെക്ടറിൽ നിന്നുള്ള RK ഡെവലപ്പേഴ്സിലുള്ള ഒരു ക്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റ് ചെയ്തിട്ട് അധിക നാളായിട്ടില്ല. ഏകദേശം 2027 സെപ്റ്റംബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഇന്നലത്തെ ഒരു പ്രകടനം നോക്കുമ്പോൾ 2.5% മുകളിൽ ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. RK ഡെവലപ്പേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഈ ഒരു സ്റ്റോക്കിന്റെ ഡേറ്റ ലഭിക്കുന്നില്ല. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. യെസ്,
അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ പൂനാവാല ഫിൻകോർപ്പിലുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പൂനാവാലയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഓഹരി കഴിഞ്ഞ ദിവസം 2.5% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൂനാവാലയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി പൂനാവാലയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മൾ ഫൈനാൻഷ്യൽ സർവീസസ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിനെ അപേക്ഷിച്ച് ഈ ഒരു സ്റ്റോക്ക് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പല NBFC സ്റ്റോക്സിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കമ്പയർ ടു ബജാജ് പൂനാവാല ഫിൻകോപ്പ് എൻ്റെ ഒരു ഫോക്കസ് നിലവിൽ വന്നിരിക്കുന്നത് നമ്പർ 1 ഇസ് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസിന്റെ കേസിൽ ഓൾറെഡി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഇതിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 7370. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത ടാർഗറ്റ് 7600. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ബജാജ് ഫിൻസർവിന്റെ കേസിലും വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1712 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1740 ആയിരിക്കും അടുത്ത ടാർഗറ്റ്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ PCBL ലിമിറ്റഡ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4% മുകളിൽ ഇടിവിൽ ക്ലോസ് ചെയ്ത ഓഹരിയാണ് PCBL എന്ന് പറയുന്നത്. PCBL താങ്കളുടെ ഒരു വ്യൂ എന്താണ്? PCBL ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ പറയുന്നു. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 378 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. മറ്റൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയായിട്ടുള്ള ഉഷ മാർട്ടിൻ ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് മറ്റൊരാൾ ചോദിച്ചിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2.25% അടുത്ത് ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉഷ മാർട്ടിനുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഉഷ മാർട്ടിൻ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഒക്ടോബർ മാസത്തിന് ശേഷം ഇതൊരു റേഞ്ച് ബൗണ്ട് ആയിട്ട് ട്രേഡിംഗ് നടത്തി വരുന്ന 350 രൂപയും 450 രൂപയ്ക്കും ഇടെ. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് സ്ട്രാറ്റജി ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യുക. ആ ക്യാപിറ്റൽ നമുക്ക് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് FMCG അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ച NBFC സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് നൽകുന്നുണ്ട്. നിതിൻ എന്ന പ്രേക്ഷകൻ ബജാജ് ഹെൽത്ത് കെയറിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബജാജ് ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നെഗറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 4%-ലധികം ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബജാജ് ഹെൽത്ത് കെയറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഹെൽത്തിന്റെ കേസിൽ നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 340 രൂപയിൽ നിന്നും ഈ സ്റ്റോക്ക് 645 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ അറ്റ് കറന്റ് ലെവൽസ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ മേജർ സപ്പോർട്ട് ഏരിയ 520, പിന്നീട് 500, അതിനുശേഷം 460. അതിനോടൊപ്പം തന്നെ മാർക്സ് ആൻഡ് ഫാർമയിലുള്ള ഒരു വ്യൂ കൂടി ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. മാർക്സ് ആൻഡ് ഫാർമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മാർക്സ് ആൻഡ് ഫാർമയുടെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 257 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ലോ റിസ്ക് ആയിട്ട് കറന്റ് ലെവൽസിൽ ഒരു ബൈങ് അവസരവും കാണുന്നില്ല. ഒപ്പം തന്നെ സൊമാറ്റോയിലുള്ളൊരു വ്യൂ കൂടി ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുന്ന സൊമാറ്റോയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സൊമാറ്റോയുടെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 300-320 റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ലെവല് 2 തവണ കഴിഞ്ഞ 4 മാസത്തിനിടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു സെൽ ഓഫ് വന്നിരിക്കുന്നത്. ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ അതിന്റെ ഒരു വളരെ മേജർ ആയിട്ടൊരു സപ്പോർട്ട് ഏരിയ 238, 240 ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു 238, 240 ലെവലിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിങ് ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആദ്യം തന്നെ 260, അതിനുശേഷം 275 ആയിരിക്കും.
ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യണം. യെസ്, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 2.5% മുകളിലുള്ളൊരു ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞൊരു നവംബറിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഓഹരിയിൽ പ്രധാനമായിട്ടും കാണുന്നത്. പോണ്ടി ഓക്സൈഡ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So Pondy Oxides വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺഡ് ബെയറിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 790 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 910 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് മൊമെന്റ് അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഏഞ്ചൽ വണ്ണിലൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചധികം ആഴ്ചകളായിട്ട് ഇടിവിൽ തുടരുന്നൊരു ഓഹരി കൂടിയാണ് ഏഞ്ചൽ വൺ എന്ന് പറയുന്നത്. ഇന്നലെയും 1% മുകളിൽ ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഞ്ചൽ വണ്ണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ ഡിസംബർ മാസത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിക്കഴിഞ്ഞു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. 2590 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 2800, അതിനുശേഷം 2920 ആയിരിക്കും. ഒപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ കല്യാൺ ജ്വല്ലേഴ്സുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ജനുവരി 3 ശേഷം തുടർച്ചയായിട്ട് ഒരു സെൽ ഓഫ് നേരിടുന്ന ഓഹരി കൂടിയാണ് കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറയുന്നത്. ഇന്നലെയും 6% മുകളിലാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിക്കഴിഞ്ഞു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 640 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ലോങ് ബിറ്റ്വീൻ 700 and 740 നമുക്ക് പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുക. ഒരു പ്രേക്ഷകൻ PG ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിനെ പോലെ തന്നെ കഴിഞ്ഞൊരു ജനുവരി 3 ശേഷം തുടർച്ചയായിട്ട്, പ്രത്യേകിച്ചും ജനുവരി 6 ശേഷം തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുന്ന ഓഹരി കൂടിയാണ് PGEL എന്ന് പറയുന്നത്. ഇന്നലെ 3% നഷ്ടത്തിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. PG ഇലക്ട്രോപ്ലാസ്റ്റിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? PG ഇലക്ട്രോപ്ലാസ്റ്റ് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്കിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് ആയി തുടരുന്നു. ഈ മാസത്തിന്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഈ സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ അറൌണ്ട് 1050 രൂപയിൽ അടുത്ത് നൽകിയത്. അതിനുശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 880 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 960 മുതൽ 1000 രൂപയ്ക്ക് ഇടയ്ക്ക് നമ്മൾ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അതിനോടൊപ്പം തന്നെ JTL ഇൻഡസ്ട്രീസ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബെഞ്ച്മാർക്ക് സൂചികളൊക്കെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും കഴിഞ്ഞൊരു വീക്കിലായിട്ട് ഏകദേശം ഒരു 13% മുകളിൽ നേട്ടം നൽകാനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെയാണ് ഈ ഒരു ജനുവരി ആരംഭിച്ചതിന് ശേഷം ഒരു ശക്തമായിട്ടൊരു സെൽ ഓഫ് ഈ ഒരു ഓഹരിക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നത്. JTL ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? JTL കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇത് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം മറക്കരുത്. ബട്ട് എങ്കിലും ജനുവരി മാസത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് അനില പറഞ്ഞതുപോലെ ഇന്നലെ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 105 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ ഹഡ്കോയെ സംബന്ധിച്ചിട്ട് ഒന്നിലധികം പ്രേക്ഷകർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ 4% മുകളിലായിരുന്നു ഹഡ്കോയുടെ ഒരു ഇടിവ് എന്ന് പറയുന്നത്. ഈ ഒരു വീക്ക് ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുന്ന ഓഹരി കൂടിയാണ് ഹഡ്കോ. ഹഡ്കോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹഡ്കോയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 260 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.
അറ്റ് ദ മൊമെന്റ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് എളുപ്പമായിരിക്കത്തില്ല എന്നാണ് നമുക്കൊരു ഇൻഫറൻസ് കിട്ടുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 220 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കുകയാണ്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാതെ പോയിട്ടുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാറും ഒപ്പം തന്നെ വിവിധ എക്സ്പേർട്സും ഒക്കെ നമ്മളോടൊപ്പം വിവിധ പ്രോഗ്രാമുകളിൽ ചേരുന്നുണ്ട്. ആ സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി.